ഓണം സദ്യ റെസിപ്പി സീരീസിൽ ആറാമത്തെ റെസിപ്പി ഏത്തപ്പഴ പുളിശ്ശേരി. ഇതുപോലൊരു ഏത്തപ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറിന് പ്രത്യേകിച്ച് ഒരു കറികളും വേണ്ട. ഏത്തപ്പഴം കൊണ്ട് പുളിശ്ശേരി വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് വെച്ച് നോക്കണേ. ഒരേത്തപ്പഴത്തിനാണ് കേട്ടോ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുത്തുപോയ പഴം വേണ്ട കേട്ടോ. അത് ഈ ഒരു പഴുപ്പിനുള്ള പഴം മതി. ഇത്തിരി പഴുത്തുപോയ പഴമാണെങ്കിൽ കഷ്ണങ്ങൾ വേവുമ്പോൾ അങ്ങ് ഉടഞ്ഞു പോവും. അതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണേ. ഇതുപോലെ 4ആയിട്ട് കീറിയ ശേഷം ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഈ ഒരു വലിപ്പത്തിനാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ഈ കറി വെക്കുന്നത്. മൺചട്ടിയിൽ വെച്ചെടുക്കുന്ന കറികൾക്കൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ വീതം കുരുമുളക് പൊടിയും കായപ്പൊടിയും, ഒരു 1/4 സ്പൂൺ ഉപ്പ്, 2-3 പച്ചമുളക് ഇത്രയും ചേർക്കാം. ഇതിനകത്ത് ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ ഏത്തപ്പഴ പുളിശ്ശേരിക്ക് ഇതുപോലെ കുരുമുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുമ്പോൾ. നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 6 മിനിറ്റ് നേരത്തോളം ലോ ഫ്ലെയിമിൽ ഇരുന്നത് വേവട്ടെ. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തോളൂ കേട്ടോ. ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് കേട്ടോ. കഷ്ണങ്ങൾ കണ്ടോ ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വലുപ്പത്തിന് ഒത്തിരി പഴുത്തു പോവാത്ത പഴം എടുക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്കുള്ള അരപ്പിനായിട്ട് 120 ml കപ്പിന് 1 കപ്പാണ് കേട്ടോ തേങ്ങ. ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഉണ്ട് കേട്ടോ. അതിലേക്ക് 1/2 സ്പൂൺ ജീരകവും കുഞ്ഞുള്ളി. എനിക്ക് കണ്ടോ ഇവിടെ കിട്ടുന്ന കുഞ്ഞുള്ളി വലിയ കുഞ്ഞുള്ളിയാണ്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 കുഞ്ഞുള്ളി ചേർത്താൽ മതിയാവും. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചേർക്കാം. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഈ അരപ്പ് നമ്മുടെ വെന്തിരിക്കുന്ന കഷ്ണത്തിലേക്ക് ചേർത്ത് ഒരു 3 മിനിറ്റോളം തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളണം. തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് കുറുകിയൂടെ വരണം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. 1/4 കപ്പ് നല്ല കട്ട തൈര് ഉടച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. പിന്നെ ഇതങ്ങ് തിളച്ചു പോവണ്ട കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു 2 സ്പൂൺ ശർക്കര കൂടെ ചേർക്കാം ഇതിലേക്ക്. ആ ശർക്കര ഒന്ന് അലുത്ത് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. താളിച്ച് ചേർക്കുന്നതിലും പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ കുറച്ച് കുഞ്ഞുള്ളി ചേർക്കാം. ഒരു 2-3 കുഞ്ഞുള്ളി ഇതുപോലെ അരിഞ്ഞതങ്ങ് ചേർത്ത് ഇതുപോലെ നല്ല ബ്രൗൺ കളറാവണേ. ഇതിലേക്ക് ഇനി ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറിക്കൊരു നല്ല കളറും ആ മുളകിൻ്റെ ഒരു പ്രത്യേക രുചിയൊക്കെ കിട്ടും നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ. ആ വെളിച്ചെണ്ണയുടെ ചൂടിൽ ആ മുളക് പൊടിയുടെ പച്ചമണം നന്നായിട്ട് മാറി വരണേ. അങ്ങനെ നമ്മുടെ ഈ സ്പെഷ്യൽ താളിപ്പ് കൂടെ പുളിശ്ശേരിയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചോളൂ. അടിപൊളിയാണ് കേട്ടോ ഏത്തപ്പഴ പുളിശ്ശേരി. നമ്മൾ പൈനാപ്പിൾ കൊണ്ടൊക്കെ പുളിശ്ശേരി വെക്കുന്ന പോലെ തന്നെയാണ്. നമ്മുടെ ചാനലിൽ വേറെയും ഓണസദ്യ വിഭവങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കണ്ടു നോക്കൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ.